കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കേരളത്തിലെത്തും. പത്തനംതിട്ട ആറന്മുളയിൽ വൈകിട്ട് 3 മണിക്കാണ് ഒരു വർഷം നീണ്ടുനിന്ന കവയിത്രിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം നടക്കുക. സുഗതോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, സമാപന സമ്മേളനം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം അതിപ്പോൾ കേന്ദ്രമന്ത്രിയുടെ വരവോടുകൂടി തന്നെ അതിൻ്റെ ഒരു പെരുമ കൂടുകയാണ്. നമ്മൾ എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും നടത്തുന്ന ഒരു പരിപാടി. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? വീണ, ഭൂമിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ 91ാം ജന്മദിനമാണിന്ന്. കഴിഞ്ഞ ഒരു വർഷമായി സുഗത നവതി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തി വന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ, പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ഉതകുന്ന വിവിധ പരിപാടികൾ, എണ്ണിയാലൊടുങ്ങാത്തത്ര പരിപാടികളാണ് ഒരു വർഷക്കാലയളവിൽ നടത്തി വന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 19-ാം തീയതി മുതൽ 4 ദിവസം ആറന്മുള കേന്ദ്രീകരിച്ചുകൊണ്ട് സുഗതകുമാരി ടീച്ചറിൻ്റെ ജന്മനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സുഗതോത്സവം എന്ന പേരിൽ ഈ ഒരു ആഘോഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തി വരികയായിരുന്നു. നവതി ആഘോഷ കമ്മിറ്റിയുടെയും ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിലാണ് ആറന്മുള കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പരിപാടികൾ നടത്തി വന്നത്. പുതുതലമുറയിലേക്ക് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങൾ, ഒപ്പം സന്ദേശങ്ങൾ സുഗതകുമാരി ടീച്ചർ ജീവിതത്തിലുടനീളം മനുഷ്യരിലേക്ക് എത്തിച്ച ആ മഹത്തായ സന്ദേശങ്ങളൊക്കെ എത്തിക്കാൻ, പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ഉതകുന്ന എണ്ണിയാലൊടുങ്ങാത്തത്ര പരിപാടികൾ വനസംരക്ഷണ യാത്രയായിട്ടും മറ്റ് പൈതൃക ശില്പശാലയായിട്ടും മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളുമൊക്കെ ആയിട്ടുള്ള വിവിധ പരിപാടികളായിരുന്നു ഇവിടെ നടത്തി വന്നത്. സുഗത ആഘോഷ കമ്മിറ്റി ചെയർമാൻ, പ്രകൃതി പരിസ്ഥിതി പ്രചാരകനും മിസോറാം മുൻ ഗവർണറുമൊക്കെയായ ശ്രീ കുമ്മനം രാജശേഖരൻ രാജേട്ടൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരിപാടിയുടെ ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു ആകാംക്ഷയുടെ പുറത്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇടിയാലൊടുങ്ങാത്തത്ര പരിപാടികൾ പുതുതലമുറയിലേക്ക് ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കുട്ടികളിൽ നിന്നൊക്കെ, വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ വലിയ പങ്കാളിത്തവും ഉണ്ടായി. അങ്ങ് അക്ഷീണം ഇവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുമാണ്. അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? അത് നമുക്ക് എങ്ങനെയാണ്? അതൊരു വലിയൊരു ആകാംക്ഷയാണ്. കാരണം ഈ തലമുറ, വരും തലമുറയ്ക്ക് പ്രകൃതി അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈമാറാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ നവതി ആഘോഷം ഇങ്ങനെയല്ലാതെ അതിന് ഉതകുന്ന ഏറ്റവും മഹത്തായ രീതിയിൽ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചു വന്നത്. ആ കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ് രാജേട്ടന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ നവതി ആഘോഷം ഇത്തരത്തിൽ വളരെ വിപുലമായി നടത്തണമെന്ന് തീരുമാനമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നത്തെ ഈ സമകാലീന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം അനുദിനം കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വൻ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം ഇന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഉത്തരം ഒന്നേ ഉള്ളൂ, അത് സുഗതകുമാരിയാണ്. സുഗതകുമാരി ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റെങ്കിൽ മാത്രമേ ഈ വരും കാലങ്ങളിൽ വലിയ ദുരന്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത തലമുറയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കൊച്ചു കുട്ടികളിലേക്ക് പാരിസ്ഥിതിക ആശയങ്ങൾ, അവരിലൊരു അവബോധം ഉണ്ടാക്കിയെടുത്ത് അവരെ കർമ്മനിരതരാക്കി പ്രകൃതിക്ക് വേണ്ടി പാടുപെടാനും കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ത്യാഗം സഹിക്കാനും തയ്യാറുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് സുഗതകുമാരി ഒരു ഐക്കണാണ്, ഒരു പ്രതീകമാണ്. സുഗതകുമാരി ഉയർത്തിപ്പിടിച്ച ആ ആശയങ്ങൾ, 1 മനുഷ്യാവകാശത്തിന് വേണ്ടി, 2 സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, 3 പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, 4 സാഹിത്യ രചനയിലൂടെ സാമൂഹ്യ സേവനം, മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഈ 5 മേഖലകളിൽ ഒരേ സമയം സ്പർശിച്ചുകൊണ്ട് അവിടെയെല്ലാം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ, തൻ്റെ സാന്നിധ്യവും തൻ്റെ ഇടപെടലുകളും കൊണ്ട് ആ മേഖലകളെയെല്ലാം ധന്യമാക്കിയ, അവിടെയെല്ലാം മികച്ച രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച ഒരു മഹതി എന്നുള്ള നിലയ്ക്ക് സുഗതകുമാരിയെ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. അവരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. പ്രതിമ ഉണ്ടാക്കി എവിടെയെങ്കിലും വെക്കുക എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സുഗതകുമാരി ഉണ്ടാവണം. സുഗതകുമാരി എഴുതിയ കവിതകൾ ഇന്ന് മുഴങ്ങണം, എവിടെയും മുഴങ്ങണം. ഇവിടുത്തെ ഈ പാടശേഖരങ്ങളും അതുപോലെ നീർത്തടങ്ങളും പുഴയും കുന്നും കാവും
മലയും മരങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഒരു വലിയ പ്രകൃതി, അത് ഒരു കാരണവശാലും കോട്ടം തട്ടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സുഗതവനം എന്ന ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകിയത്. സുഗതവനം രണ്ട് രീതിയിലാണ്. ഒന്ന് സുഗത സൂക്ഷ്മവനം, അതായത് സ്കൂളുകളിലെ കുട്ടികൾ അവർ തന്നെ 90 വൃക്ഷങ്ങൾ സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി ഇനി ഒരു തൈ നടാമെന്ന സുഗതകുമാരിയുടെ കവിത ആലപിച്ചുകൊണ്ട് അത് നട്ട് വളർത്തി 3 വർഷക്കാലം അത് പരിചരിച്ച് ആ കാടവിടെ നിലനിർത്തി അത് സ്മാരകമായി അത് എന്നും കാണുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക അവബോധമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു ഇനം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നടത്തിയത്. രണ്ടാമത്തേതാണ് ആറന്മുള കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുഗതകുമാരിയുടെ ജന്മസ്ഥലമായ ഈ പവിത്രമായ മണ്ണിൽ സുഗതകുമാരിക്ക് സമുചിതമായ ഒരു സ്മാരകം ഉണ്ടാകുക എന്നുള്ളത്. ആ സ്മാരകം എന്ന് പറയുന്നത് സുഗതവനമാണ്. ഏതാണ്ട് 1.25 ഏക്കർ വരുന്ന ഈ ഭൂപ്രദേശം ഇവിടെ ഈ പരിപാടി നടക്കുന്നത് ആ ഒരു വലിയ വനത്തിൻ്റെ മടിത്തട്ടിലാണ്. ആ വനത്തിൽ അവിടെ വരാനും പ്രകൃതിയെ കണ്ടാസ്വദിക്കാനും സുഗതകുമാരിയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളാനും സാധിക്കുന്ന പരിപാടികൾ, കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഭാവി പരിപാടി. കർമ്മ പദ്ധതികൾ ഇതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇനി ആസൂത്രണം ചെയ്യുന്നത്? ഇപ്പോൾ സുഗതവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിലും വിപുലമായി തന്നെ നടപ്പാക്കാനാണോ ഇനിയുള്ള പദ്ധതികൾ? അത് സ്കൂളുകളിൽ സുഗതവനം, സൂക്ഷ്മവനം, അതായത് മൈക്രോ ഫോറസ്റ്റ്, ആ പദ്ധതി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഈ വേനൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർണ്ണതോതിൽ നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ കേരളത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള സമ്മതപത്രം ഇന്ന് രാജ്നാഥ് സിംഗിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ദിരാ രാജൻ, പെരുമ്പാവൂർ പ്രഗതി സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, എല്ലാ സ്കൂളുകൾക്കും വേണ്ടിയിട്ടുള്ള സമ്മതപത്രം ഇന്ന് കൈമാറുകയാണ്. അപ്പോൾ അവിടെയെല്ലാം അടുത്ത മഴക്കാലത്ത് അവിടെയെല്ലാം ആ സ്കൂളുകളിലെല്ലാം സുഗതവനം ഉയരും. 3 വർഷം കൊണ്ടേ അത് വനമാവുകയുള്ളൂ. അത് വരെ അത് പരിചരിക്കാൻ, പരിപാലിക്കാൻ വേണ്ട വ്യവസ്ഥയും ചെയ്യും. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് ഇനി നടക്കാൻ പോകുന്നത്. കുട്ടികൾ തന്നെയാണ് പരിപാലിക്കുന്നത്? അതെ, കുട്ടികൾ പരിപാലിക്കും. സുഗത ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. അതിൻ്റെ ഫുൾ ടൈമേഴ്സ് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പീരിയോഡിക്കൽ ആയിട്ട് ഓരോ മാസവും അവിടെ ചെന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. സ്കൂളുകളിലെല്ലാം ഒരു എക്കോ ക്ലബ്ബുകൾ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഒരു ടീച്ചർ അതിൻ്റെ ചുമതല വഹിക്കണം. കുട്ടികളുടെ ഒരു കമ്മിറ്റി അതിനെടുത്ത് അവർ അവിടെ ആ വനത്തിൻ്റെ സമീപത്ത് സുഗതകുമാരിയുടെ കവിതകൾ ചൊല്ലുക, അത് കാണാപ്പാഠം പഠിച്ച് അതിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. കുട്ടികളിലേക്ക് സുഗതകുമാരി എന്ന് പറയുന്ന ആ ആശയത്തെ, അതൊരു ആശയമാണ്, ആ ആശയത്തെ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സൂക്ഷ്മവനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മികച്ച പ്രകൃതി സംരക്ഷകനുള്ള പുരസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ബംഗാൾ ഗവർണർ ആനന്ദ് ബോസാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഇവിടെ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെയാണ് വലിയ വലിയ പുരസ്കാരങ്ങൾ ലഭിക്കാറ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ജീവിതം തന്നെ പ്രകൃതിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. പക്ഷേ അവരെ ആരും അങ്ങനെ ആദരിച്ച് കാണാറില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുരസ്കാരം, നവതി പുരസ്കാരം, അത് ശ്രീമൻ നാരായണൻ എന്ന പ്രകൃതി സംരക്ഷകന് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതൊരു ജഡ്ജിങ് കമ്മിറ്റിയുണ്ട്. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ എം വി പിള്ളയാണ്. അതിൽ 4 പേർ അംഗങ്ങളാണ്. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് കേരളത്തിലെ നിരവധി പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഒക്കെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളാണ് ശ്രീമൻ നാരായണൻ. അദ്ദേഹം വീടുകളിലെല്ലാം കയറി വേനൽക്കാലത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന പക്ഷികൾക്ക് ദാഹജലം പകർന്നു കൊടുക്കാൻ ഓരോ മൺപാത്രങ്ങൾ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുത്തു. അതുപോലെ ലക്ഷക്കണക്കിന് മരത്തിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചു. കൊറോണ കാലത്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രശംസനീയമായിരുന്നു. അങ്ങനെ അദ്ദേഹം നാട് നീളെ നടന്ന് ജനങ്ങളെ കണ്ട് പ്രകൃതി സംരക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവവായുവായി, സന്ദേശമായി അദ്ദേഹം അത് കൊണ്ടു നടന്ന് ഇന്നും നിരന്തരമായ പ്രവർത്തനത്തിലൂടെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ശ്രീമൻ നാരായണനാണ് ഈ സുഗത നവതി പുരസ്കാരം നൽകുന്നത്. അത് ഡോക്ടർ CV ആനന്ദ ബോസ് സാർ നൽകും. അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ പകർന്നു നൽകിയ ആ മഹത്തായ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ കർമ്മ പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും വർഷങ്ങളിലും നടക്കാൻ പോകുന്നതും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ആറന്മുള വിജയപീഠം വിദ്യാഭാരതി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ വേദി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുമുണ്ട്. വീണ. യെസ്, മിഥുൻ വിവരങ്ങൾ നൽകുകയായിരുന്നല്ലേ. ഒപ്പം ശ്രീ കുമ്മനം രാജശേഖരനും ഒപ്പമുണ്ടായിരുന്നു.